നമസ്കാരം. ബ്രേക്കിംഗ് നേരം ആരംഭിക്കുന്നു. കേരളം ഇന്ന് വിധി എഴുതി തുടങ്ങി. രാവിലെ 7-ന് ആരംഭിച്ച പോളിംഗ് വൈകിട്ട് 6 മണിവരെ നീളുകയാണ്. 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 2,77,00,000-ലധികം വോട്ടർമാരാണ് ആകെയുള്ളത്. വിശദാംശങ്ങളുമായി എബി ചേരുന്നുണ്ട്. എബി, എത്രമാത്രമാണ് വോട്ടിംഗ് ശതമാനം? ആദ്യ മണിക്കൂറുകളിൽ എത്രമാത്രം വോട്ടിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്? എങ്ങനെയാണ് വോട്ടിംഗ് പുരോഗമിക്കുന്നത്? വിശദാംശങ്ങൾ. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആറ് ശതമാനത്തിലധികം വോട്ടിംഗ് ഈ ആദ്യത്തെ 1.5 മണിക്കൂറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. കനത്ത പോളിംഗ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന നിലയ്ക്കുള്ള പ്രതികരണമാണ് ആളുകളുടെ ഭാഗത്ത് നിന്നും. നമുക്ക് ഈ പോളിംഗ് സ്റ്റേഷനുകളിൽ, പോളിംഗ് ബൂത്തുകളിലുള്ള ക്യൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും ആളുകൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുന്നതിനായി രാവിലെ തന്നെ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. എറണാകുളത്തെ 2 മണ്ഡലങ്ങൾ, എറണാകുളം ഒപ്പം തന്നെ ചാലക്കുടി മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള പോളിംഗ് നടക്കുന്നു. ഒപ്പം തന്നെ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ രാവിലെ തന്നെ അവരുടെ വോട്ട് രേഖപ്പെടുത്തി. ഒപ്പം അവരുടെ പ്രതികരണങ്ങൾ, വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തോടു കൂടിയുള്ള അവരുടെ പ്രതികരണങ്ങൾ എല്ലാം തന്നെ വന്നിരിക്കുന്നു. ജനാധിപത്യ ഉയർത്തിപ്പിടിക്കുന്ന, മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന സർക്കാർ അധികാരത്തിൽ വരുമെന്നായിരുന്നു ഹൈബി ഈഡന്റെ പ്രതികരണം. ഷൈൻ ടീച്ചറുടെ പ്രതികരണം ഇടതുപക്ഷം വലിയ രീതിയിലുള്ള വിജയം നേടും എന്നുള്ള ശുഭാപ്തി വിശ്വാസമായിരുന്നു. KS രാധാകൃഷ്ണൻ NDA സർക്കാർ മോദിയുടെ ഗ്യാരണ്ടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മോദിയുടെ ഗ്യാരണ്ടിക്ക് ജനങ്ങൾ വില കൽപ്പിക്കും എന്നുള്ളതായിരുന്നു NDAയുടെ സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണന്റെ പ്രതികരണം. അങ്ങനെ എല്ലാവരും അവരവരുടേതായിട്ടുള്ള വീക്ഷണകോണുകളിൽ നിന്നുള്ള അവരുടെ പ്രത്യാശകൾ പങ്കുവെക്കുന്നു. ഒപ്പം തന്നെ ആളുകൾ രാവിലെ മുതൽ തന്നെ ഇപ്പോൾ ഈ കനത്ത ചൂടിന്റെ മുന്നറിയിപ്പൊക്കെ ഉള്ളത് ആ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചൂട് കനക്കുന്നതിന് മുമ്പ് വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ആളുകളുടെ ഒരു തീരുമാനം. അതനുസരിച്ച് അവർ രാവിലെ മുതൽ തന്നെ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തുകയായിരുന്നു. ഒപ്പം തന്നെ ആലപ്പുഴയിലെ 2 മണ്ഡലങ്ങൾ, ആലപ്പുഴ ഒപ്പം തന്നെ മാവേലിക്കര, ഇവിടെ രണ്ടിടത്തും രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ക്യൂ ആണ് അനുഭവപ്പെട്ടത്. എല്ലാ പോളിംഗ് ബൂത്തുകളിലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ക്യൂ അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ പോളിംഗ് ശതമാനം വലിയ രീതിയിൽ ഉയരാനുള്ള സാധ്യത ഈ ആദ്യത്തെ മണിക്കൂറുകൾ തന്നെ വ്യക്തമായിരുന്നു. അതനുസരിച്ചുള്ള പോളിംഗ് ശതമാനമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം കോട്ടയത്ത് തോമസ് ചാഴികാടൻ മാത്രമാണ് കോട്ടയത്ത് ഉള്ള സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. അദ്ദേഹം രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ വോട്ട് രേഖപ്പെടുത്തി. ഒപ്പം തന്നെ ഈ വലിയ രീതിയിലുള്ള തിരക്ക് അത് അനുകൂലമാകുന്നുള്ള പ്രതികരണമാണ് തോമസ് ചാഴികാടന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒപ്പം തന്നെ NSSന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം, സുകുമാരൻ നായരുടെ ഭാഗത്ത് NSSന്റെ പ്രതികരണം ഇത്തവണയും സമദൂര നിലപാട് തന്നെയാണ് NSSന്റെ ഉള്ളത്. സമുദായ അംഗങ്ങൾ രാഷ്ട്രീയ ബോധമുള്ളവരാണ്, അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് അവർ വോട്ട് ചെയ്യാം. ഒപ്പം തന്നെ രാജ്യത്തിന് ഗുണകരമായിട്ടുള്ള ആളുകൾ വോട്ട് ചെയ്യണം എന്നുള്ളതാണ് NSS മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു നിർദ്ദേശം. അതനുസരിച്ച് ആളുകൾ വോട്ട് ചെയ്യട്ടെ. ആളുകൾക്ക് അവരുടെ സമ്മതിദാന അവകാശം അവരവരുടെ ഇഷ്ടമുള്ള രീതിയിൽ വിനിയോഗിക്കാൻ കഴിയും എന്നുള്ള നിലയ്ക്കുള്ള പ്രതികരണം ഭാഗത്തുനിന്നും വന്നിരിക്കുന്നു. ഒപ്പം തന്നെ എറണാകുളത്തെ വിവിധ സഭാ മേലധ്യക്ഷന്മാരും അവരുടെ വോട്ടുകൾ രേഖപ്പെടുത്തി. അങ്ങനെ പ്രമുഖരായിട്ടുള്ള ആളുകൾ രാവിലെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും പോളിംഗ് സ്റ്റേഷനുകളിൽ കനത്ത തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശക്തമായ രീതിയിൽ പോളിംഗ് മുന്നോട്ട് പോകുന്നു. എറണാകുളത്ത് 6% പോളിംഗ്. എബി, ഈയൊരു കനത്ത ചൂടിലേക്കാണ് കേരളം കുറച്ച് ദിവസങ്ങളായി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരും സമയങ്ങളിൽ ചൂട് കൂടാനുള്ള സാധ്യത ഏറെയാണ്. ഈ ഒരു സമയത്ത് മിക്ക ബൂത്തുകളിലും വളരെ തിരക്ക് അനുഭവപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു സമയത്ത് രാവിലെ തന്നെ വോട്ട് ചെയ്ത് തീരാനുള്ള ഒരു തിരക്കിലാണോ? എങ്ങനെയാണ് ഇത്രയും തിരക്ക് നിയന്ത്രിച്ചുകൊണ്ട് വോട്ടിംഗ് സുഗമമാക്കാൻ സാധിക്കുന്നുണ്ടോ? അത്തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. വോട്ടിംഗ് എല്ലാം വളരെ കൃത്യമായി ഏറ്റവും സുഗമമായി തന്നെ മുന്നോട്ട് പോകുന്നു. ചിലയിടങ്ങളിൽ വോട്ടിംഗ് മെഷീൻ തകരാറ് ആദ്യം തന്നെ കാണിച്ചിരുന്നു. അതെല്ലാം തന്നെ വളരെ വേഗം തന്നെ പരിഹരിക്കാൻ കഴിഞ്ഞു. വോട്ടിംഗ് ഏറ്റവും സുഗമമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. തിരക്ക് സ്വാഭാവികമാണ്. ഇത്തരത്തിൽ ചൂട് മുന്നറിയിപ്പുകൾ ഉൾപ്പെടെയുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഉഷ്ണതരംഗം ഉൾപ്പെടെ ദുരന്ത നിവാരണ അതോറിറ്റി, കാലാവസ്ഥാ വകുപ്പും ഒക്കെ തന്നെ നേരത്തെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വാർത്തകൾ ആളുകളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളൊരു രീതിയിലേക്ക് അവർ വരികയായിരുന്നു. എന്തായാലും കഴിഞ്ഞ തവണ ശക്തമായിട്ടുള്ള മഴയുള്ള സമയത്തായിരുന്നു വോട്ടെടുപ്പ് നടന്നത്. ആ സമയത്തും ശക്തമായ രീതിയിലുള്ള പോളിംഗ് തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പലയിടങ്ങളിലും അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ 79-നും 80-നും അടുത്തുള്ള പോളിംഗ് ശതമാനങ്ങൾ പല ബൂത്തുകളിലും പല ജില്ലകളിലും ഉണ്ടായിരുന്നു. അതിന് സമാനമായ രീതിയിലുള്ള പോളിംഗ് ശതമാനം തന്നെയാണ് ഇത്തവണയും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയ ബോധമുള്ള ആളുകൾ അവർ രാവിലെ തന്നെ അവരുടെ വോട്ടുകൾ രേഖപ്പെടുത്തുന്നു. ആ നിലയ്ക്ക് സമ്മതിദാന അവകാശം ഏറ്റവും വേഗം തന്നെ
അല്ലെങ്കിൽ രേഖപ്പെടുത്തുക എന്നുള്ള അവരുടെ നിലപാട് അവർ ഉറച്ചു പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയുള്ള അവരുടെ പ്രതികരണം തന്നെയാണ് നമുക്ക് പോളിംഗ് ബൂത്തുകളിലെ ഈ തിരക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും പക്ഷേ ഈ തിരക്കിൽ ആരും തന്നെ അസ്വസ്ഥരല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് ഈ ജനാധിപത്യത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. ജനാധിപത്യത്തിന്റെ മഹോത്സവം എന്ന് ഈ തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കാനുള്ള കാരണവും ഇത് തന്നെയാണ്. എന്തായാലും ആളുകൾ അത് വലിപ്പച്ചെറുപ്പം ഒന്നുമില്ലാതെ എല്ലാവരും സമഭാവനയിൽ ഈ വോട്ട് രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രധാനപ്പെട്ട ആളുകൾ ഉൾപ്പെടെ ഇപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഇവിടെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഉൾപ്പെടെ ക്യൂവിൽ നിന്നുകൊണ്ട് തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നു. സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ക്യൂവിൽ നിന്നുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തുന്നു. ഒരു തരത്തിലുള്ള വലിപ്പച്ചെറുപ്പവും ഇല്ലാതെ എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി എല്ലാവരെയും ഒരേ നിലയിൽ പരിഗണിക്കപ്പെട്ടുകൊണ്ട് തന്നെ വോട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ ജനാധിപത്യത്തിന്റെ മനോഹാരിതയും അവിടെ തന്നെയാണ്. എന്തായാലും കനത്ത ചൂടിന്റെ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. അത് ഒരുപക്ഷെ ഇത്തരത്തിൽ രാവിലെയുള്ള ഈ മണിക്കൂറുകളിൽ പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നതിനുള്ള ഒരു കാരണം ഒരുപക്ഷെ അതായിരിക്കും. അത് അല്ല, മറിച്ച് ഈ അവസാനം വരെയും ഇത്തരത്തിലുള്ള ഒരു ട്രെൻഡ് അങ്ങനെ തന്നെയാണെങ്കിൽ ഉറപ്പായും അത് കേരളത്തിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ ജനാധിപത്യ വിശ്വാസം, അവരുടെ ജനാധിപത്യത്തിന്റെ ഉത്തരവാദിത്തം, അതിനെക്കുറിച്ചുള്ള ബോധ്യം അത് തന്നെയാണ് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക. എന്തായാലും പോളിംഗ് ബൂത്തുകളിൽ, പോളിംഗ് സ്റ്റേഷനുകളിൽ ശക്തമായ രീതിയിലുള്ള തിരക്ക് ആദ്യ മണിക്കൂറുകൾ അനുഭവപ്പെടുന്നുണ്ട്. ശരി, എബിയിലേക്ക് തിരികെ എത്താം. ഇടുക്കിയിൽ നിന്ന് ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, കടുത്ത പ്രചാരണമായിരുന്നു ഇടുക്കിയിൽ നടന്നിരുന്നത്. അതിനുശേഷം പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ അതെല്ലാം, ഈ അധ്വാനമെല്ലാം വോട്ടാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഓരോ മുന്നണികളും. പക്ഷേ ഒപ്പം അറിയേണ്ടത് വന്യമൃഗശല്യം ഏറുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ പോളിംഗിനെ ഇത് ബാധിക്കുന്നുണ്ടോ? എങ്ങനെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത്?